നിങ്ങൾ യുകെയിലോ അമേരിക്കയിലോ ഒക്കെ ജീവിക്കുന്ന ഏറെക്കുറെ ഒരു 60 വയസ്സായ ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഓൾഡ് ഏജ് ആയി കഴിയുമ്പോൾ നമ്മൾ യുകെയിൽ ജീവിക്കണോ അമേരിക്കയിൽ ജീവിക്കണോ എന്നുള്ള നിങ്ങളുമായിട്ട് എൻ്റെ ഒരു ഷെയർ ഞാനൊന്ന് ഒന്ന് ഷെയർ ചെയ്യുവാണ് എൻ്റെ ഒരു തോട്ട്സ്. ഞാൻ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഓൾഡർ പീപ്പിളിന്റെ ഇടയിൽ സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുവാണ്. അതൊരു എൻ്റെ ഈ ഫീൽഡിൽ എൻ്റെ ഒരു നേരിട്ടുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. നമ്മൾ ഒരു രാജ്യത്ത് യുകെയിൽ ജീവിക്കണോ അതോ കേരളത്തിൽ ജീവിക്കണോ എന്ന് ഉള്ള ഒരു സ്കെയിൽ, ഒരു ആസിഡ് ടെസ്റ്റ് ഇവിടുത്തെ ഒരു കെയർ ആക്ട് അസസ്മെന്റിന്റെ ബേസിൽ പറയുവാണെങ്കിൽ എവിടെയാണ് കംഫർട്ടബിൾ, ഹാപ്പി, ഹെൽത്തി? ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ തീരുമാനമെടുക്കുന്നത് കേരളത്തിലാണോ യുകെയിലാണോ എന്നുള്ളത് മെയിൻ ആയിട്ട് 3 കാര്യമാണ്. എവിടെയാണ് കംഫർട്ടബിൾ, എവിടെയാണ് ഹാപ്പി, എവിടെയാണ് ഹെൽത്തി? എനിക്ക് തോന്നുന്നത് ഈ 3 കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു റിട്ടയർമെന്റിന് ശേഷം കേരളത്തിലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. കാരണം എക്സസീവ് എമൗണ്ട് ഓഫ് കെയർ കോസ്റ്റ്, അതായത് ഒരു നോർമൽ കേസിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒത്തിരിയേറെ അസുഖങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. ഡയബറ്റീസ് പോലെ നമ്മളൊരു സർട്ടൺ സ്റ്റേജ് കഴിയുമ്പോൾ ഒന്നേല് നമുക്ക് വീട്ടിൽ നമ്മൾ കെയറിന് ആളെ നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കെയർ ഹോമിലോട്ട് പോകേണ്ട ഒരു സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റിയല്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള മലയാളീസിനെ സംബന്ധിച്ചിടത്തോളം മെജോറിറ്റി ആൾക്കാർക്കും ഇവിടെ സേവിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ നാട്ടിൽ വീടുണ്ട്. അതുപോലെ നോർമലി വർക്ക് പെൻഷൻ, സ്റ്റേറ്റ് പെൻഷൻ, ഇതൊക്കെ എലിജിബിൾ ആണ്. ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം യുകെയിലെ കണക്കനുസരിച്ച് 23,500 പൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ സെൽഫ് ഫണ്ടർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറയാം, നിങ്ങളിപ്പോൾ ഒരു കെയർ ഹോമിൽ പോവുകയാണെങ്കിൽ, ഇപ്പൊ നോർത്ത് ഈസ്റ്റില് സ്വതവേ കോസ്റ്റ് കുറഞ്ഞ ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു കെയർ ഹോമിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാഴ്ചയിൽ 1,200 പൗണ്ടാണ് കെയർ ഹോമുകാർ ചാർജ് ചെയ്യുന്നത്. അതേ സമയത്ത് സൗത്തിലോട്ടും മിഡ്ലൻഡ്സിലോട്ടും ഒക്കെ പോയി കഴിഞ്ഞാൽ അത് ചിലപ്പം 1,500, 1,600 ആകാം. എൻ്റെ ഒരു ക്ലയന്റ് ഇവിടുന്ന് ബക്കിംഗ്ഹാം ഷെയറിലോട്ട് മൂവ് ചെയ്തപ്പോഴത്തേനും 1,600 പൗണ്ടാണ് പെർ വീക്ക് കൊടുക്കേണ്ടത്. അതായത് ഒരു മാസം 6,000 പൗണ്ട് കൂടുതലാണ് ചെലവാകുന്നത്. നിങ്ങൾ സെൽഫ് ഫണ്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസം 6,000 പൗണ്ടോളം കൊടുക്കണം. അതായത് നിങ്ങൾക്ക് 1-2 ലക്ഷം പൗണ്ട് നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ടെങ്കിൽ ആ പൈസ കെയറിന് കൊടുത്ത് തീരാനായിട്ട് അധികം കാലം വേണ്ടി വരികയില്ല. നിങ്ങളുടെ സേവിങ്സ് തീർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൗസിലോട്ട് ഗവൺമെന്റ് നോട്ടമിടും. ഇപ്പൊ നിങ്ങളുടെ സ്പൗസ് നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ താമസം കണ്ടിന്യൂ ചെയ്യുക. പക്ഷേ സ്പൗസ് ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ ആ വീട് വിറ്റ് ആ കെയർ കോസ്റ്റ് മീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ വേറെ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഇപ്പൊ നിങ്ങൾ കെയർ ഹോമിൽ പോകുന്നില്ല, നിങ്ങൾക്ക് വീട്ടിൽ ഒരാളെ 1 മണിക്കൂർ വിളിച്ച് രാവിലെ ഒരു പേഴ്സണൽ കെയർ, അതുപോലെ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ലോക്കൽ അതോറിറ്റി ചാർജ് ചെയ്യുന്നത് 22 പൗണ്ടാണ്. അതേസമയത്ത് ഇവിടെ അഫ്ലുവന്റ് ആയിട്ടുള്ളവർ പ്രൈവറ്റ് ആയിട്ടുള്ള വേറെ നല്ല കെയർ ഏജൻസികളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്നൊക്കെ പറഞ്ഞ്. അവർ 1 മണിക്കൂർ 35 പൗണ്ടാണ് ചാർജ് ചെയ്യുന്നത്, നമുക്ക് കിട്ടുന്ന ശമ്പളത്തെക്കാളും ഒക്കെ കൂടുതൽ. അതായത് 2 മണിക്കൂർ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ 70 പൗണ്ടോളം ആകും. ഞാനിത് പറയുന്നത്, നമ്മൾ ഓൾഡ് ഏജ് ആകുമ്പോഴത്തേനും നമ്മൾ ഈ കെയർ ഹോമിലോ അതുപോലെ ഈ സംവിധാനത്തിലോ പോകുമ്പോൾ നമ്മുടെ ഉള്ള സേവിങ്സ് മുഴുവൻ ഡ്രെയിൻഡ് ഔട്ട് ആയിട്ട് തീരും. നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും കള്ളത്തരം കാണിക്കാനായിട്ട് പറ്റിയല്ല. നാട്ടിലുള്ള സ്വത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടി വരും. ഇവിടെയുള്ളത് അവർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കണ്ടുപിടിച്ചോളും. നമ്മുടെ സ്റ്റേറ്റ് പെൻഷനോ വർക്ക് പെൻഷനോ ഒക്കെ അവർ നോക്കിയിട്ടാണ് അവർ പറയുന്നത് നമ്മൾ സെൽഫ് ഫണ്ടേഴ്സ് ആണോ അല്ലയോ എന്നുള്ളത്. അതൊരു സൈഡ്. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം, ഞാൻ ഒരിക്കലും NHSനെ ഞാൻ കുറ്റം പറയുകയില്ല. വേൾഡിലെ ഏറ്റവും നല്ലൊരു ഹെൽത്ത് കെയർ സിസ്റ്റമാണ്. നമ്മുടെ ലക്ഷക്കണക്കിന് ഫാമിലിയൊക്കെ ഒരു ബ്ലെസ്സിങ് ആയിട്ടുണ്ട്. നമ്മുടെ നമ്പർ 1 എംപ്ലോയർ ആണ്. അതുപോലെ ഈ NHS ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കേരളം തന്നെ പല മേഖലയിൽ നമ്മുടെ ഫാമിലിയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്.
NHS ഒരു എമർജൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും സൂപ്പറായിട്ട് അവർ നമ്മളെ കെയർ ചെയ്യും. ഒരു എമർജൻസി വന്നാൽ ട്രിയാജ് അനുസരിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ വേണ്ടിയതാണെങ്കിൽ അവർ ചെയ്യും. പക്ഷേ പ്രശ്നം എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് ടൈം ഇൽനസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഈ ഫിസിക്കൽ ഡിസബിലിറ്റി വർക്ക് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കൂടെ പാർക്കിൻസൺസ്, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, സെറിബ്രൽ പാലസി ഈ അസുഖങ്ങൾ പിടിച്ചു കിടക്കുന്നവരുണ്ട്. നമുക്കറിയാം പാർക്കിൻസൺ ഡിസീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരിയേറെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുപോലെ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. ഞങ്ങളുടെ ഇവിടെ ഇപ്പം കാണുന്ന ഒരു പ്രവണത എന്നാണെന്ന് ചോദിച്ചാൽ അവർക്ക് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വർഷത്തിലൊന്നാണ്. വർഷത്തിലൊന്ന് ആ അപ്പോയിന്റ്മെന്റിന് അവർ ഹോസ്പിറ്റലിൽ ചെല്ലണം. അവർ ഹോസ്പിറ്റലിൽ ചെന്നില്ലെങ്കിൽ ഈ അപ്പോയിന്റ്മെന്റ് അവർ ക്യാൻസൽ ചെയ്യും. എന്നെ കേൾക്കുന്ന ഇതിൻ്റെ അകത്ത് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിലുള്ളവരോ ഡോക്ടേഴ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തണം. അന്നേരം അത് വളരെ ബുദ്ധിമുട്ടാണ്. പാർക്കിൻസൺസ് രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലതരത്തിലുള്ള മെഡിക്കേഷൻസ് ഉണ്ട്. അന്നേരം മെഡിക്കേഷൻ റിവ്യൂ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോട്ടെ, ഇപ്പൊ ഞാൻ പറഞ്ഞാൽ എനിക്കാണേലും ജോയിന്റ് പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോസ്റ്റ് കോവിഡ് സിൻഡ്രം എന്ന് പറയും. അതിനുശേഷം വന്നിട്ടുണ്ട്. ഞാനൊരു 2 മാസം മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട് ANE പോയി. എനിക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടിയത് ഈ വരുന്ന 14-ാം തീയതിയാണ്. അതായത് എക്സ്ട്രീം ഡിലേ ആണ്. അതുപോലെ ഒരു ദന്തൽ കെയറിന്റെ ഒരു കാര്യം വരുമ്പോഴത്തേനും നമുക്ക് ഇതിനേക്കാളും ബുദ്ധിമുട്ടാണ്. അന്നേരം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ രാജ്യത്ത് വന്നു. ഈ രാജ്യത്ത് യങ്സ്റ്റേഴ്സ് വരരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ യങ്സ്റ്റേഴ്സ് നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത്. പക്ഷേ നമ്മളൊരു വയസ്സായിട്ടൊരു തീരുമാനം എടുക്കണം. നമ്മൾ പണ്ടത്തെ ഒരു ഫാമിലി സംവിധാനമൊന്നുമല്ല. നമ്മളെ ഒന്നും സഹായിക്കാനായിട്ട് പിള്ളേർക്ക് അതിന് ടൈം കിട്ടണം എന്നൊന്നുമില്ല. അതുപോലെ പിള്ളേരുടെ എണ്ണം കുറവാണ്. കോസ്റ്റ് ഓഫ് ലിവിങ് എക്സ്ട്രീംലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയല്ല, കെയർ ഹോമുകളൊക്കെ നമുക്ക് സാമ്പത്തികം കുറവാണെങ്കിൽ പോലും ലോക്കൽ അതോറിറ്റി പിന്നെ നമ്മൾ കോൺട്രിബ്യൂഷൻ കൊടുക്കണം. ഈ ഒരു അവസരത്തിൽ നമ്മൾ എന്തുകൊണ്ട് കേരളത്തിൽ നമുക്ക് പോയി താമസിച്ചുകൂടാ? ഞാൻ പറയുന്നത് പെർമനന്റ് ആയിട്ട് ആദ്യം പോകണമെന്നല്ല. ആദ്യം നമുക്ക് ഇവിടെ വിന്റർ തുടങ്ങുമ്പോൾ നമുക്ക് നാട്ടിൽ പോയി താമസിക്കാം. സമ്മർ വരുമ്പോൾ വേണം നമുക്ക് തിരിച്ചിവിടെ വരാം. പിന്നെ പെർമനന്റ് ആയിട്ട് നമുക്ക് നാട്ടിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഓൾഡ് ഏജ് ആയി നമുക്ക് ഫ്ലൈറ്റുകളൊന്നും ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഒരു സമയം വരുമ്പോൾ നമ്മൾ നാട്ടിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം. ഞാൻ പറഞ്ഞുതരാം, എൻ്റെ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ അത് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. പലപ്പോഴും എൻ്റെ വൈഫിന് അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞാലും ഹോസ്പിറ്റലിലുള്ള നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും അവർക്ക് പല കാര്യങ്ങളും അറിയത്തില്ല. കാരണം കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുന്ന ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം നമുക്ക് നാട്ടിൽ ഈ സാധാരണ മലയാളികൾ കാണിച്ചു കൂട്ടുന്ന പോലെ നിങ്ങൾ ഈ 2 നില വീടും വെച്ച് 5-6 ടോയ്ലറ്റും വെച്ച് ഈ 14,000 പൗണ്ടിന്റെ 14,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് പണിയുന്ന ഇറ്റ് ഇസ് എ ഡിസാസ്റ്റർ. നമുക്ക് സാധാരണ ഒരു ചെറിയൊരു വീട് പണിയുക. ഞാൻ പറഞ്ഞ ഒരു 2 ബെഡ്റൂം, അതായത് നമുക്ക് നല്ലൊരു സിറ്റിംഗ് ഏരിയ, അതിലെല്ലാ ഫെസിലിറ്റീസും നമുക്ക് വേണം. അതായത് വാക്കിംഗ് ഷവർ എന്ന് പറയും. നമുക്ക് നാളെ മേലെ നമുക്ക് വീൽ ചെയർ ആണെങ്കിൽ പോലും ഒരു ഇലക്ട്രിക് വീൽ ചെയർ ആണെങ്കിലും അതിൻ്റെ അകത്തൂടെ ഓടിക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഗ്രാബ് റെയിലുകൾ, ഒത്തിരിയേറെ ഫെസിലിറ്റീസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അന്നേരം ആ ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് വീട്ടിൽ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്യാതെ, അതുപോലെ കിച്ചൺ ആണേലും ടോയ്ലറ്റ് ആണേലും എല്ലാം അഡോപ്റ്റഡ് സ്റ്റൈലിൽ. നമുക്ക് നാളെ മുട്ടുവേദന വന്നാലും ഈവൻ ഒരു കാൽ ആംബ്യൂട്ട് കളയേണ്ടി വന്നാലും നമുക്ക് ക്വാളിറ്റിയോടുകൂടി ജീവിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട്. നമ്മളത് ഇന്ന് ഈ ഒക്യുപേഷണൽ തെറപ്പിസ്റ്റ് ആണ് ഇതിന്റെ എക്സ്പെർട്ട്. ആ ഒരു സംവിധാനമൊന്നും അധികം വളർന്നു വന്നിട്ടില്ല. എന്നാലും നമുക്ക് മുന്നോട്ട് അതിനെക്കുറിച്ച് നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. കാരണം നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. അത് എവിടെ ജീവിച്ച് തീർക്കണം, അത് ക്വാളിറ്റി ആയിട്ട് ജീവിച്ച് തീർക്കണം എന്ന് നമുക്കറിയാം. നമ്മൾ ഈ നാട്ടിലോട്ട് വന്നതുകൊണ്ടാണ് നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടായത്. നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി. നമ്മൾ എന്നും ഈ നാടിനോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. പക്ഷേ ഓൾഡ് ഏജ് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ 5 പൈസ പോലും ചെലവാക്കാതെ ഇതെല്ലാം നിങ്ങളിവിടെ കൂട്ടിക്കൂട്ടി വെച്ചാൽ അത് ഗവൺമെന്റ് കൊണ്ടുപോകും. പിന്നെ നിങ്ങൾ വീടിന് വില്ല് എഴുതുന്നില്ലെന്നുണ്ടെങ്കിൽ അതും ഒരു തലവേദനയാണ്. അതുപോലെ ലാസ്റ്റിംഗ് പവർ ഓഫ് അറ്റേണി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് എനിക്കിപ്പം മെന്റലി ഞാൻ ഓക്കെയാണ്. നാളെ ഇപ്പൊ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി.
എനിക്ക് ലാസ്റ്റിംഗ് പവർ ഓഫ് അറ്റേണി ഇല്ല. ആക്സിഡന്റിൽ എന്റെ ബ്രെയിൻ ഇഞ്ചുറി പറ്റി. എനിക്ക് ഒരു തീരുമാനങ്ങളോ ഒന്നും എടുക്കാനോ പറ്റിയല്ല. എന്റെ സമ്പത്തോ ബാങ്ക് അക്കൗണ്ടോ ഒന്നും എന്റെ വൈഫിന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റിയല്ല. എന്റെ പിള്ളേർക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റിയല്ല. എന്നാൽ ഈ മേഖലകളുണ്ട്. അതുപോലെ ഞാൻ നിങ്ങളോട് സിമ്പിളായിട്ട് പറയുന്നത്, നമുക്കെല്ലാവർക്കും ബുദ്ധിയും വിവേകവും പ്ലാനിങ്ങും കഴിവുള്ളവരാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാം എന്നെക്കാളും കോമ്പിറ്റന്റ് ആണ്. പക്ഷേ നമ്മൾ വൈസായിട്ട് തീരുമാനമെടുക്കുക. നാട്ടിലെ സ്ഥലങ്ങളെല്ലാം വിറ്റ് തൊലച്ച് ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു വൈസായിട്ടുള്ള ഒരു ഡിസിഷൻ അല്ല. അത് തന്നെയല്ല, ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പല അവസ്ഥകളും ഇന്ന് നമുക്ക് നാടാണ് സുരക്ഷിതം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഞാനിടും. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഡിസ്കഷൻസ് നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ലോക്കൽ അതോറിറ്റി വർക്ക് ചെയ്യുമ്പോൾ ഒത്തിരിയേറെ ഓൾഡർ പീപ്പിളുമായിട്ട് എന്നും വഴക്കാണ്. കാരണം വെച്ചാൽ അവരുടെ പൈസയൊക്കെ ഡ്രെയിൻഡ് ഔട്ട് ആയിട്ട് തീരുവാണ്. അത് തന്നെയല്ല, അത് തന്നെയല്ല, ഒരു ഒത്തിരിയേറെ നമ്മൾ പോകുന്ന കെയർ ഹോമിന് ഒരു മാനുഷിക പരിഗണന ഇല്ലേല് അതിനേക്കാളും വലിയ ദുരന്തമാണ്. ഇപ്പൊ ഞാൻ 1600 രൂപ കൊടുത്ത്, ഇപ്പൊ എന്റെ വൈഫ് അല്ല, ഞാൻ 1600 രൂപ കൊടുത്ത് കെയർ ഹോമിൽ കിടക്കുവാണ്. എനിക്കൊരു ഡിമെൻഷ്യ ഉണ്ടെന്നോർത്തോ. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവരെന്റെ കാലിൽ ഒരു കാസ്റ്റ് ഇട്ടു, ഒരു പ്ലാസ്റ്റർ ഇട്ടു. അന്നേരം കെയർ ഹോമുകാർ പറയും ഞങ്ങൾക്ക് നോക്കാൻ പറ്റിയല്ല, 24 മണിക്കൂർ വേറെ ഒരാളെ നിർത്തണം എന്ന് പറയും. അന്നേരം നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ, ഈ 22 പൗണ്ട് വെച്ച് 24 മണിക്കൂർ ഒരാളെ കെയർ ഹോമിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ അഡീഷണൽ പിന്നെയാകും. അന്നേരം നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈസ തീരാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഈ നാട്ടിലുണ്ട്. ഈവൻ നാട്ടിൽ പോയി നിങ്ങളൊരു കെയർ ഹോമിൽ പോയി താമസിക്കുകയാണെങ്കിൽ, ഞാൻ കറുകച്ചാലിൽ ഒരു കെയർ ഹോം പോയി കണ്ടതാണ്. 1,00,000 രൂപ ഒരു മാസം കൊടുത്താൽ സൂപ്പർ ക്വാളിറ്റി ആയിട്ടുള്ള കെയർ കിട്ടും. പക്ഷെ എന്റെ ഒരു അനുഭവം വെച്ചിട്ട് കെയർ ഹോം ഈസ് ഈക്വൽ ടു ജയിൽ. കെയർ ഹോം നടത്തുന്നവരോട് എന്നോട് തെറി പറഞ്ഞേക്കല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും ബെസ്റ്റ് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് നമ്മുടെ സ്വന്തം വീട് തന്നെയാണ്. അത് ഒരു അഡോപ്റ്റഡ് ബംഗ്ലാവ്, ഒറ്റ നിലയുള്ള ബംഗ്ലാവ്, അത്യാവശ്യം നമുക്ക് തന്നെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ വൃത്തിയാക്കി ഇടാൻ പറ്റുന്ന ബംഗ്ലാവുകൾ നിങ്ങൾ മുന്നോട്ട് പണിയുക. ഈ രാജകൊട്ടാരങ്ങൾ പണിത് അത് ഫേസ്ബുക്കിലിട്ട് നാട്ടുകാരെ കാണിക്കാനൊന്നുമല്ല നമ്മുടെ ഉദ്ദേശം. നമുക്ക് ഓൾഡ് ഏജ് എന്ന് പറയുന്നത് വളരെ ക്വാളിറ്റിയോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ